ചേലക്കരയിൽ നിന്നും കെ രാധാകൃഷ്ണനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. വലിയ ഒരു മുന്നേറ്റമാണ് യു ആർ പ്രദീപ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ആ ഒരു ചേലക്കരയിലെ മണ്ണ് വീണ്ടും ചുവന്നിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെ കാണുന്നത്? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം ഉണ്ടാകുമെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ നടന്നു എന്ന് മാധ്യമപ്രവർത്തകർക്കറിയാം. ഇവിടെ ഇടതുപക്ഷ മുന്നണിയെ എതിർക്കാൻ ഇനി ആവനാഴിയിൽ അമ്പുകളൊന്നും ബാക്കിയില്ല എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള കള്ളപ്രചാരവേലയും കുപ്രചരണങ്ങളും നടത്തിയിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. കാരണം 8.5 വർഷമായിട്ട് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ അംഗീകാരമാണത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എഴുതിത്തള്ളണം എന്ന് പറഞ്ഞപ്പോൾ എഴുതിത്തള്ളേണ്ട പ്രസ്ഥാനമല്ല ഇടതുപക്ഷ മുന്നണി, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്ന് ജനങ്ങൾ തെളിയിച്ചു. 8.5 വർഷമായി ഭരിക്കുന്ന ഗവൺമെൻറ് തുടർന്നും നമ്മുടെ നാട് ഭരിക്കണം. 2026 നടക്കാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരണം എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ ചേലക്കര അസംബ്ലി മണ്ഡലം. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ പറഞ്ഞു, 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രം വീണ്ടും തിരുത്തി എഴുതിക്കൊണ്ട് 3 വട്ടം തുടർച്ചയായിട്ട് ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറും. അതിൻ്റെ ചൂണ്ടുപലകയാണ് ഈ ചേലക്കര അസംബ്ലി മണ്ഡലത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് വലിയ ആവേശവും പ്രോത്സാഹനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം കൂടുതൽ നിറവേറ്റാനുള്ള അവസരമായിട്ട് ഈ അവസരത്തെ ഞങ്ങൾ കണക്കാക്കും. തീർച്ചയായിട്ടും യു ആർ പ്രദീപിനെ നമ്മൾ കാണുന്നത് ചേട്ടൻ്റെ ഒരു പിൻഗാമിയായിട്ട് കൂടിയാണ്. ആ ഒരു ഇമേജാണ് മൊത്തത്തിലുള്ളത് ഈ ഒരു ചേലക്കര മണ്ഡലത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ്? ആ പ്രതീക്ഷ അത്രത്തോളം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ഇടതുപക്ഷക്കാർ മുൻഗാമി പിൻഗാമി എന്നുള്ള ആ ഇതിലൊന്നും അത്ര അധികം വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിക്കും. ആ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം, ഇടതുപക്ഷ മുന്നണി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അത് നിറവേറ്റുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മുൻഗാമിയും പിൻഗാമിയും എന്ന് പറഞ്ഞ് പാരമ്പര്യമായിട്ട് കിട്ടേണ്ട ഒരു അംഗീകാരമാണ് എന്നുള്ളതൊന്നും കരുതുന്നില്ല. ഞങ്ങളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നന്നായി നിർവഹിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. അത് കൃത്യമായി തന്നെ നിറവേറ്റാൻ സാധിച്ചു. നിറവേറ്റുമല്ലോ. നിറവേറ്റിയത് കൊണ്ടാണല്ലോ ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത്. വലിയ ആഘോഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം ജനങ്ങളെ പറഞ്ഞ് കുറച്ചെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടായി. അപ്പോൾ ആ തെറ്റിദ്ധരിച്ച ആളുകളെല്ലാം ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അവർ ആവേശകരമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഈ ആവേശം വളരെ വർദ്ധിക്കും. കാരണം എന്താ വെച്ചാൽ തിരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കുമെന്നുള്ള രീതിയിലുള്ള പ്രചാരവേലകളൊക്കെ നടത്തിയിരുന്നല്ലോ. അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ പോലും ആ പ്രചരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മിഥ്യയായിട്ടുള്ള പ്രചരണമാണ്, കള്ളപ്രചരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളുകളെല്ലാം ഇപ്പോൾ നിരവധി വിവാദങ്ങളായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ. വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധതയൊക്കെ മണ്ഡലത്തിലുണ്ടെന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ അതെല്ലാം തിരുത്താൻ വേണ്ടിയുള്ള നല്ല ഇടപെടലും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അതുതന്നെയാണ് ഈ വിജയത്തിൻ്റെ മാറ്റുകൂട്ടുന്നത്. തീർച്ചയായും വലിയ ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്ക് ഉയരാൻ സാധിച്ചു. യു ആർ പ്രദീപ് ആ ഒരു നേട്ടം കൈവരിച്ചു. ചേലക്കരയിലെ മണ്ണ് വീണ്ടും ചുവന്നു. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ നമ്മോട് പങ്കുവെച്ചത് എന്നുള്ളതാണ്.